ഈ വേനൽക്കാലത്ത് വെള്ളം കിട്ടാക്കനിയാണ്. എന്നാൽ പോത്തുണ്ടി കനാലിന്റെ വാലറ്റമായ അണക്കപ്പാറ പയ്യക്കുണ്ട് ഭാഗത്തേക്ക് രണ്ടാം വിളയ്ക്ക് വെള്ളം വിടുമ്പോൾ പ്രദേശത്തെ കർഷകരും കുടുംബങ്ങളും ആശങ്കയിലാണ്. ചോർച്ചയെ തുടർന്ന് കനാൽ ഇടിയുമെന്ന ആശങ്കയുമുണ്ട്. കൃഷി ആവശ്യത്തിന് വെള്ളം കിട്ടുമോ എന്നാണ് കർഷകരുടെ ആശങ്ക. എന്നാൽ കനാൽ ചോർച്ചയെ തുടർന്ന് വീടുകളിലൂടെയും റോഡിലൂടെയും വെള്ളം ഒഴുകുന്നതാണ് മറ്റുള്ളവരുടെ ആശങ്ക. കാട കനാലിൽ നിന്നും കിരിഞ്ഞിറങ്ങുന്ന വെള്ളം നിരവധി കുടുംബങ്ങൾക്കാണിപ്പോൾ ഭീഷണിയാവുന്നത്. പയ്യാക്കുണ്ട് ഭാഗത്തെ കുന്നിൻ ചെരുവിലൂടെയാണ് കനാൽ കടന്നുപോകുന്നത്. കനാലിന്റെ താഴ്ഭാഗത്താണ് വീടുകൾ. ചോർച്ചയെ തുടർന്ന് വെള്ളം കിനിഞ്ഞിറങ്ങി വീടിനടിയിലൂടെയും ഉള്ളിലൂടെയും ഒഴുകുന്ന സ്ഥിതിയാണ്. നമുക്ക് ബാത്റൂമിൽ പോകാൻ ഒരു വഴിയില്ല. മഴ വലുതായാലും വന്നു കനാലിൽ കൂടെ വെള്ളം വന്നാലും മന്ദാപ്പുരക്കട്ടി വെള്ളം വന്നാൽ കാട്ടിക്ക് വന്നെന്ന് പറഞ്ഞു. ഒരു വഴിയില്ല. ഇതിപ്പോ വരും പറഞ്ഞിട്ട് അകത്ത് ഓതമുണ്ട്. അത് പിന്നെ ടൈലോട്ടിട്ടില്ല, എനിക്ക് വണക്കി കൂടി ചാവും. മൺചുമരുള്ള വീടുകൾ ഏതു നിമിഷവും ഇടിയുമെന്ന പേടിയോടെയാണ് കുടുംബങ്ങൾ കഴിയുന്നതെന്ന് പ്രദേശവാസിയും വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗവുമായ എസ് ഇസ്മയിൽ പറഞ്ഞു. ഇവിടെ പോത്തുണ്ടി കനാലിൻ്റെ അനാസ്ഥ മൂലം അണക്കപ്പാറ, പഴഞ്ചേരി, തെക്കേവരി, പയ്യക്കുണ്ട് എന്നീ ഭാഗങ്ങളിൽ ഒരുപാട് വീടുകളിലെ അടിയിൽ കൂടെ വെള്ളം വന്ന് തെറ്റിൻ്റെ പുറത്തുകൂടെ അവർക്ക് ബാത്റൂമുകളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരുപാട് ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു. ഒരു മറുഭാഗത്ത് വെള്ളം അറ്റത്തെത്താതെ കുറേ പാടങ്ങൾ ഉണങ്ങിക്കിടക്കുകയും ഇതിന് പോത്തുണ്ടി കനാൽ ഉടൻ എന്തെങ്കിലും പരിഹാരം കണ്ടെത്തണമെന്ന് വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിലവിലെ വീടുകളുടെ അവസ്ഥ എന്ന് വെച്ചാൽ ഇപ്പോൾ തറൻ്റെ അടിയിൽ കൂടെ ഒരു വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അടിഭാഗത്തു നിന്ന് ബാക്കിൽ കൂടെ വെള്ളം വന്ന് അതിൻ്റെ മുന്നിലൂടെ ഒഴുകി പോകുന്ന അവസ്ഥയാണ് വരുന്നത്. പിന്നെ അവർക്ക് ബാത്റൂമുകളിൽ പോകാൻ പറ്റില്ല, വീടുകളിൽ അടുപ്പുകൾ കത്തിക്കാൻ പറ്റുന്നില്ല. പിന്നെ വീട്ടിലിപ്പോൾ സ്വസ്ഥമായിട്ട് എങ്ങനെ കിടന്നുറങ്ങുക? ഇവിടെ ഉള്ളവരിൻ്റെയൊക്കെ ഏകദേശം ഉള്ളവരൊക്കെ മൺചുമരാണ്, പഴയ വീടുകളാണ്. ഏത് സമയത്തും എന്ത് സംഭവിക്കാവുന്ന രീതിയിലാണ് ഇവിടെയുള്ള ജനങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന് പോത്തുണ്ടി ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്ന് അപേക്ഷിക്കുന്നു. സെപ്റ്റിക് ടാങ്കുകളിൽ വെള്ളം നിറയുന്നതിനാൽ പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. കഴിഞ്ഞ വർഷവും ചെറിയ തോതിലുണ്ടായിരുന്ന ചോർച്ച ഇത്തവണ രൂക്ഷമായതായി നാട്ടുകാർ പറയുന്നു. ബാത്റൂമിൽ പോകാനാണെങ്കിലും അടുപ്പിൽ തീ കത്തിക്കാൻ വരെ പറ്റില്ല. അടുത്താണെങ്കിലും ഓതമാണ്. എല്ലാവിടെയും വെള്ളം വന്നിട്ട് നല്ല പോലെ ഓതമാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വേനൽക്കാലത്ത് മഴക്കാലത്ത് എപ്പോഴും ബുദ്ധിമുട്ട് തന്നെയാണ്. കനാൽ നിറഞ്ഞു കഴിഞ്ഞ് പറഞ്ഞാൽ തള്ളലാണ്. അങ്ങനെ ഫുള്ളായി നിറഞ്ഞു വരുമ്പോൾ മുറ്റവും ഒക്കെ നിറഞ്ഞു നിൽക്കും. രണ്ട് സൈഡിൽ കൂടെയും വരുന്നതാണ്. ആ സൈഡിൽ കൂടെയും വരില്ല. ഇനി 2 ദിവസം കൂടി കഴിഞ്ഞ് പറഞ്ഞാൽ ഈ സൈഡിൽ കൂടെയും വരും. അപ്പോൾ ഇപ്പോൾ രണ്ട് ഇതിൽ കൂടെ ഇപ്പോൾ 3-4 ദിവസമായി വരാൻ തുടങ്ങി. വെള്ളം വന്നാൽ ഇവിടെ വെള്ളം തന്നെയാണ്. ഞങ്ങൾക്ക് വേനൽക്കാലമില്ല മഴക്കാലമില്ല, എപ്പോഴും ഞങ്ങൾക്ക് വെള്ളം തന്നെയാണ്. ഇവിടെ ഫുള്ളായിട്ട് വെള്ളം വന്നുകൊണ്ട് 2 സൈഡിൽ കൂടിയാണ്. അകത്തേക്കും നന്നായിട്ട് ഓതമുണ്ട്. ചുമരിൻ്റെ ഇട വരെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നേരാക്കിയതാണ്. അത് ചുമരിൻ്റെ മണ്ണ് ചുമരുകളാണ്. ഫുള്ളും കയറിയിട്ട് അങ്ങനെ പറയാം, തട്ടി ഇതാവുമ്പോൾ നല്ല പോലെ നനവാണ്. അകത്തിൻ്റെ ഉള്ളിൽ മുഴുവൻ നനവനെയാണ്. 2 സൈഡിൽ കൂടെയാണ് വെള്ളം വരിക. ഇന്നിപ്പോൾ 2 ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പുറത്തോടി വന്ന് ചാടാൻ തുടങ്ങും. ചോർച്ചയെ തുടർന്ന് വൻതോതിൽ കനാൽ വെള്ളം പാഴാകുന്നതിനാൽ ആവശ്യത്തിന് വെള്ളം കിട്ടാതെ കുറച്ചു ഭാഗത്തെ നെൽകൃഷി ഉണങ്ങി നശിക്കുകയും ചെയ്തു. 15 ദിവസം ഇടവിട്ട് 3 തവണയായി 6 ദിവസം വീതമാണ് പയ്യക്കുണ്ടിൽ കനാൽ വെള്ളം വിടുക. പരിമിതമായ അളവിൽ മാത്രം ലഭിക്കുന്ന വെള്ളം പാഴാകുന്നത് തടയാൻ ജലവിഭവ വകുപ്പ് അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വിഷയം ജലവിഭവ വകുപ്പ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നടപടികൾ ഉണ്ടായിട്ടില്ലെന്ന് ഇസ്മയിൽ പറഞ്ഞു. കനാലിന്റെ അറ്റകുറ്റപ്പണിക്കായി അടങ്കൽ തയ്യാറാക്കി നബാർഡിന് സമർപ്പിച്ചിട്ടുണ്ടെന്ന പതിവ് മറുപടിയാണ് ജലവിഭവ വിഭാഗം പോത്തുണ്ടി സെക്ഷൻ അധികൃതർ പറയുന്നത്. മംഗലം ഡാം കനാലിൽ നിരന്തരമായ ചോർച്ചയെ തുടർന്ന് ഇടിഞ്ഞ സംഭവം നടന്നിരുന്നു. പയ്യാക്കുണ്ടിൽ കനാലിടിഞ്ഞാൽ വീടുകളിലേക്ക് വെള്ളവും മണ്ണും ശക്തിയായി ഒഴുകിയെത്തും. അടിയന്തരമായി താൽക്കാലികമായെങ്കിലും ചോർച്ച അടയ്ക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മഴക്കാലത്ത് കുന്നിൻ ചെരുവിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം കനാലിലാണ് എത്തുക. ചോർച്ച അടച്ചില്ലെങ്കിൽ മഴക്കാലത്തും വീട്ടുകാർ ഭീഷണിയിലാവും. UTV ന്യൂസ്, പാലക്കാട്.